നമസ്തേ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തലസ്ഥാനത്തെ പ്രമുഖ CPM നേതാക്കൾ ദേശീയതയ്ക്കൊപ്പം. മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ സ്വീകരിച്ച് BJP. മാറ്റം നരേന്ദ്രമോദിയുടെ ആദർശത്തിൽ ആകർഷകനായെന്ന് മധുവിനെ പുറത്താക്കിയെന്ന് CPM. ആലപ്പുഴ വാഹന അപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അന്ത്യാഞ്ജലി. 5 പേരുടെയും പൊതുദർശനം വണ്ടാനം മെഡിക്കൽ കോളേജിൽ. അന്തിമോപചാരം അർപ്പിക്കാൻ ഗവർണറും മന്ത്രിമാരും. 6 വിദ്യാർത്ഥികളുടെ നില ഗുരുതരം. കാർ ഉടമയെ ചോദ്യം ചെയ്യും. ആന എഴുന്നള്ളിപ്പിൽ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്ര ഭരണസമിതിക്കും കൊച്ചിൻ ദേവസ്വത്തിനുമെതിരെ കേസ്. വനം വകുപ്പ് കേസ് ഹൈക്കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന കാരണത്താൽ ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി വാദം തുടരുന്നു. ഭക്തജന തിരക്ക് പരിഗണിക്കലല്ല തന്ത്രിയുടെ ചുമതലയെന്ന് ഹർജിക്കാർ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം രൂക്ഷം. ലോകവ്യാപക പ്രതിഷേധം. കേരളത്തിൽ ഇന്ന് ഐക്യദാർഢ്യ സമ്മേളനം. വിവിധ ജില്ലകളിൽ പ്രതിഷേധ പ്രകടനം. ശബരിമലയിൽ സമരം പിൻവലിച്ച ഡോളി ചുമട്ടുതൊഴിലാളികൾ. പ്രീപെയ്ഡ് ഡോളി സർവീസിനെതിരായ പരാതികൾ പരിശോധിക്കാമെന്ന ADM. തീരുമാനം ജനം TV വാർത്തയ്ക്കു പിന്നാലെ. കനത്ത മഴയിൽ തൃശൂരിലും അപ്പർ കുട്ടനാട്ടിലും ബണ്ട് പൊട്ടി. 300 ഏക്കറോളം നെൽകൃഷി നശിച്ചു. വടക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. SDPI വഖഫ് അനുകൂല സമരത്തിന് കോൺഗ്രസ് MLA CR മഹേഷ്. കോൺഗ്രസ് നേതാക്കളെ ബഹിഷ്കരിച്ച് മുനമ്പത്തുകാർ. VD സതീശന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ല. ഹൈബി ഈഡന് മൗനമെന്നും ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ വാഹന അപകടത്തിൽ മരിച്ച 5 വിദ്യാർത്ഥികൾക്ക് കണ്ണീരോടെ വിട. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം തുടരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രിമാരായ വീണ ജോർജ്, സജി ചെറിയാൻ, P പ്രസാദ് അടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കണ്ണീർ പൂക്കളർപ്പിച്ച് കൂട്ടുകാരും പ്രിയപ്പെട്ടവരും. വാഹനമുടമയെ ചോദ്യം ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നീക്കം ആരംഭിച്ചു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ RTOയെ ചുമതലപ്പെടുത്തിയെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ഹൃദയഭേദകമായ കാഴ്ച. പൊതുദർശനം സമാപിക്കാറായോ? ഇനി അവരവരുടെ വീടുകളിലേക്ക് അന്ത്യകർമ്മങ്ങൾക്കായുള്ള മടക്കമാണോ? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 5 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹന അപകടം ഇന്നലെ രാത്രിയാണ് ഉണ്ടായത്. KSRTC ബസ്സും വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. മിഥുൻ അയ്യപ്പനിലേക്ക് പോകുന്നു. മിഥുൻ, പൊതുദർശനം എത്ര സമയം കൂടി ഉണ്ടാകും? കൂടുതൽ വിവരങ്ങൾ. പൊതുദർശനം അവസാനിക്കുകയാണ്. അതിന്റെ വിദ്യാർത്ഥികളിൽ 3 പേരുടെ ഭൗതികദേഹങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. 3 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ശേഷിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും ഭൗതികദേഹം കാണുന്നതിന് വേണ്ടി വരിവരിയായി പൊതുദർശനത്തിൽ പങ്കെടുത്തുകൊണ്ട് ആംബുലൻസിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ശേഷിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും ഭൗതികദേഹം കാണുന്നതിന് വേണ്ടി വരിവരിയായി പൊതുദർശനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 3 പേരുടെ ഭൗതികദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ശേഷിക്കുന്ന 2 പേരെ കൂടി ഇപ്പോൾ വൈകാതെ തന്നെ ആംബുലൻസിലേക്ക് മാറ്റുകയും അവരുടെ ജന്മഗൃഹങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഏതാണ്ട് 12 മണിയോടുകൂടി ആരംഭിച്ച പൊതുദർശനമാണ് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. വിവിധ വകുപ്പ് മന്ത്രിമാർ, ആരോഗ്യമന്ത്രി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഇവിടേക്ക് എത്തുകയും പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിക്കെത്തുകയും വിദ്യാർത്ഥികളുടെ മരണത്തിൽ അനുശോചിക്കുകയും അവരുടെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ
ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം അവർ മടങ്ങിയിരിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങി. പിന്നാലെ മൃതദേഹങ്ങൾ ഓരോന്നായി ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. 5 വിദ്യാർത്ഥികളുടെ ചേതനയറ്റ ശരീരം ഇവിടെ അവർ കളിച്ചുല്ലസിച്ച് അധ്യയനം നടത്തിയിരുന്ന മെഡിക്കൽ കോളേജിന് മുമ്പിൽ പ്രദർശിപ്പിച്ചു, പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷം ഇപ്പോൾ അവരെ സ്വന്തം ഗൃഹങ്ങളിലേക്ക്, വീടുകളിലേക്ക് മാറ്റുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ അപകടത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളുടെ മരണമാണ് ആകസ്മികമായി സംഭവിച്ചത്. 6 വിദ്യാർത്ഥികൾ ഇപ്പോഴും ജീവനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്, മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 പേരുടെ നില ഗുരുതരമായിരിക്കുന്നു. അതിലൊരാൾ അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ തുടരുകയാണ്. മറ്റുള്ളവർ ചെറിയ പരിക്കുകളോടെ കഴിയുകയാണ്. തീവ്രപരിചരണ വിഭാഗത്തിലും മറ്റ് വിഭാഗങ്ങളിലുമെല്ലാം അവർ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സകൾ തന്നെയാണ് അവർക്ക് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ വകുപ്പ് മന്ത്രിമാരും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് വൃത്തങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തന്നെ ചികിത്സകൾ പ്രാപ്തമാണ്. അത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റ് വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ അത്തരത്തിൽ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാനും തയ്യാറാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായുള്ള ശേഷിക്കുന്ന 2 മൃതദേഹങ്ങൾ കൂടി പുറത്തേക്ക് മാറ്റുകയാണ്. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച 5 വിദ്യാർത്ഥികളുടെയും പൊതുദർശനത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. മിഥുൻ അയ്യപ്പനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് തന്നെ BJPയിലേക്ക് ആകർഷിച്ചതെന്ന് മധു മുല്ലശ്ശേരി. തനിക്കെതിരായി ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഇനി മുതൽ ദേശീയതയിൽ അടിയുറച്ച് പ്രവർത്തിക്കുമെന്നും മധു മുല്ലശ്ശേരി വ്യക്തമാക്കി. BJP അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജനം TVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ വിഭാഗീയ പാർട്ടിയിൽ നിന്നും പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുകയും തുടർന്ന് BJPയിൽ അംഗത്വം സ്വീകരിക്കാൻ പോകുന്ന മധു മുല്ലശ്ശേരി മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു CPMന്റെ. ആ മധു മുല്ലശ്ശേരി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ V മുരളീധരൻ അടക്കമുള്ളവർ അങ്ങയെ കണ്ടു, സന്ദർശിച്ചു. അങ്ങ് BJPയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. നാളെയാണ് അംഗത്വം സ്വീകരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന്. എന്ത് തോന്നുന്നു ഈ നിമിഷം? വലിയ സന്തോഷം തോന്നുന്നു. നമ്മൾ ഇത്രയും നാൾ നിന്ന പ്രസ്ഥാനത്തിൽ നിന്നും മാറി മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ബി ജോയിയുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ്, അല്ലെങ്കിൽ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. കഴിഞ്ഞ 1 വർഷക്കാലമായി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ജോയി എന്നോട് കാണിച്ച അവഗണന, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ദേശീയ പാർട്ടിയായ BJPയിൽ അംഗത്വമെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം വി ജോയി അടക്കമുള്ളവർ പറഞ്ഞത് അങ്ങയോടൊപ്പം അങ്ങയുടെ മകൻ പോലും ഉണ്ടാകില്ലെന്നാണ്. എന്നാൽ അങ്ങ് അമ്മയുടെ സാന്നിധ്യത്തിലാണ് അങ്ങയെ ഷാളണിയിച്ച് സുരേഷ് ഗോപി സ്വീകരിച്ചത് BJPയിലേക്ക്. അല്ല, അവരത് അങ്ങനെയല്ലേ പറയാനായിട്ട് കഴിയുള്ളൂ. അവർക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയില്ല, ആരും കാണില്ല. അവർ മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ CPM അല്ല ഇന്നുള്ളത്. CPM ഒരുപാട് മാറിയിരിക്കുന്നു. അതാണ് അടുത്ത കാലത്തായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കണ്ട മാറ്റം. CPMന്റെ വോട്ടുകളാണ് BJPക്ക് കിട്ടിയത്. അപ്പോൾ BJPയെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത് ആണ് എന്നെയും ഈ ആശയങ്ങളിലോട്ട് കടന്നു വരുന്നതിന് വേണ്ടി. ഇവിടെ വേറെ ദേശീയ പാർട്ടികളുണ്ട്, കോൺഗ്രസ് ഉണ്ടല്ലോ, വേറെ പാർട്ടികളുണ്ടല്ലോ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയായി നാട്ടിന് ജനപ്രകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയാണ് BJP. അഖിലേന്ത്യാ തലത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ്, ഇന്ന് കേന്ദ്രം കൈയാളുന്നൊരു പാർട്ടിയാണ്. അതിനെല്ലാം അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നാളെ BJPയുടെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് CPMന്റെ ഭാഗത്തുനിന്ന് അത് നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉന്നയിക്കുന്ന ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അറിയാം, അങ്ങക്കെതിരായിട്ട് സാമ്പത്തിക ക്രമക്കേടായാലും ശരി, മറ്റ് ഒട്ടനവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങളോടെല്ലാം അങ്ങേക്ക് പറയാൻ എന്താ ഉള്ളത്? ഞാൻ ആ ആരോപണങ്ങൾ തള്ളിക്കളയാണ്. പുച്ഛമാണ് എനിക്ക് ആരോപണങ്ങളോട്. ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിങ്ങാന്ന് വരെ ഈ ആരോപണങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ.
പറയുന്ന അഴിമതി ഒന്ന് അവർ തെളിയിക്കണ്ടേ. എന്ത് അഴിമതിയാണ്? അഴിമതി നടത്തി ജീവിക്കേണ്ട സാഹചര്യം ഇന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്കതിൻ്റെ ആവശ്യമില്ല. 1 രൂപ പാർട്ടിയിൽ നിന്ന് അലവൻസ് എടുക്കുകയോ ചായ കുടിക്കാൻ ഒരു പൈസ എടുക്കുകയോ ചെയ്യാതെയാണ് ഞാൻ ഇന്ന് 6 കൊല്ലം പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത്. ഈ പറയുന്നവർ കണക്ക് നോക്കിയാൽ എനിക്ക് പൈസ ഇങ്ങോട്ട് തരണം. ഒരു പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് അലവൻസ് എടുക്കാനുള്ള സംഘടനാ രീതിയുണ്ട്. പക്ഷേ ഈ 6 വർഷത്തിനിടയ്ക്ക് 10 രൂപ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനുള്ള പൈസ ഞാൻ CPM നിന്ന് എടുത്തിട്ടില്ല. ഈ പറയുന്നവർ എനിക്ക് പൈസ ഇങ്ങോട്ട് തരൂ. അല്ലെങ്കിൽ തന്നെ ഈ ആരോപണം വന്നത് ഇന്നലെ മുതലല്ലേ വന്നുള്ളൂ, നേരത്തെ വന്നില്ലല്ലോ. CPMൻ്റെ ഏരിയ സമ്മേളനം നടന്നല്ലോ. 10 ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് 20 പേര് ചർച്ചയിൽ പങ്കെടുത്തല്ലോ. ഒരാൾ എനിക്കെതിരായിട്ട് പറഞ്ഞില്ലല്ലോ. അവരത് പറയണ്ടേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുള്ള ആരോപണം ഉണ്ടോ ഇല്ലെന്ന്? അപ്പോൾ അത്തരത്തിലൊന്നും ഇല്ലാതെ വെറുതെ ദുരാരോപണങ്ങൾ, കള്ളത്തരങ്ങൾ പറയുകയാണ് CPM. ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വാട്സപ്പ് മെസ്സേജുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭീഷണിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ആ ഭീഷണിയൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ്. CPMൻ്റെ ഭീഷണിയൊക്കെ നേരിടുന്നതിന് ഞാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റിയ ഒരാളല്ല ഞാൻ. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം അടക്കം വലിയ ഭൂരിപക്ഷം BJPക്ക് ഈ മണ്ഡലത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അങ്ങയുടെ പ്രവർത്തനം, അങ്ങ് BJPയിലേക്ക് വരികയാണ്. അങ്ങയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? വലിയ മാറ്റമുണ്ടാവും. ചെറിയങ്കീഴ് മണ്ഡലത്തിൽ, അത് നെടുമങ്ങാട് മണ്ഡലത്തിൽ, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, പൊതുവേ മുഴുവൻ സ്ഥലങ്ങളിലും എനിക്ക് ജനങ്ങളുമായി ബന്ധമുണ്ട്, നമ്മളെ ബന്ധുക്കളുണ്ട്, മറ്റുള്ള അനുഭാവികളുണ്ട്. എൻ്റെ വരവ് CPMന് വലിയ നഷ്ടമായി വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. BJPക്ക് അത് ഗുണമായി വരികയുള്ളൂ. ദേശീയതയോട് അടിയുറച്ച് നിൽക്കുകയാണ്. തീർച്ചയായും ദേശീയതയോട് അടിയുറച്ചാണ് ഇനി നിൽക്കുന്നത്. കൂടുതൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഈ മണ്ഡലത്തിൽ BJPയെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ രൂക്ഷമായ ഭാഷയിൽ CPMനെതിരെയും അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി V. ജോയ്ക്കെതിരെയും വിമർശനങ്ങളും അഴിച്ചുവിടുകയാണ് മധു മുല്ലശ്ശേരി. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. മധു മുല്ലശ്ശേരിയെ പോലെയുള്ള സംഘാടകർക്ക് CPMൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ VV രാജേഷ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് സംഭവിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിൽ അസംതൃപ്തരായവർ CPMൽ ഇനിയുമുണ്ടെന്നും VV രാജേഷ് പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDFിനേക്കാളും 80,000 വോട്ട് BJPക്ക് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലായിരുന്നു. അതിനുശേഷം ഏറ്റവും വലിയ തിരിച്ചടി അവരുടെ ഇപ്പോൾ ഒരു ഏരിയ സെക്രട്ടറിയാണ് ഇപ്പോൾ വന്നത്. പക്ഷേ നിരവധി ബ്രാഞ്ച് സെക്രട്ടറിമാരും ബ്രാഞ്ച് മെമ്പർമാരും ഞങ്ങളുടെ പ്രാദേശിക പ്രവർത്തകരുമായി സമ്പർക്കത്തിലാണ്. പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ട്, അസംതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ തെറ്റായ പോക്കിൽ, പാർട്ടിയുടെ നയവ്യതിയാനത്തിൽ, അതിലൊക്കെ തന്നെ വ്രണിതഹൃദയരായ 100 കണക്കിന് സാധാരണ CPM പ്രവർത്തകർ ഞങ്ങളുടെ പ്രാദേശിക പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെയും തിരുവനന്തപുരത്ത് നിന്നുള്ള LDFിൻ്റെ 2 മന്ത്രിമാരുടെയൊക്കെ ബൂത്തിൽ BJP ലീഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. തിരുവനന്തപുരം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പുറത്താക്കി CPM. പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് CPM ജില്ലാ സെക്രട്ടറി V. ജോയ് പറഞ്ഞു. പൊതുജന മധ്യത്തിൽ അവഹേളിച്ചെന്നും ജില്ലാ സെക്രട്ടറി V. ജോയ് കൂട്ടിച്ചേർത്തു. പാർട്ടിക്ക് ഒട്ടും യോജിക്കാത്ത, പാർട്ടി മൂല്യങ്ങൾ സംരക്ഷിക്കാത്ത, പാർട്ടി നേതാക്കന്മാർക്ക് എതിരായിട്ട് മോശപ്പെട്ട പരാമർശം നടത്തിയ, ആരോപണങ്ങൾ ഉന്നയിച്ച, ഈ പാർട്ടിയെ തന്നെ പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് മധു ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനം അനുസരിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അതിന് അനുവാദം നൽകേണ്ടത്. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതിന് അനുവാദം നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് മധുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്.
BJPയുടെ ആദർശത്തോടും പ്രത്യയശാസ്ത്രത്തോടും യോജിച്ചു വരുന്ന ആരെയും ഒപ്പം കൂട്ടുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മധു മുല്ലശ്ശേരിയുടെ അനുഭവജ്ഞാനം ഈ പ്രദേശത്തെ പ്രവർത്തകർക്ക് ഗുണകരമാകും. മധുവിന്റെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും കാണാതിരിക്കാൻ കഴിയില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള നയങ്ങൾ, ആ നയങ്ങളോട് അദ്ദേഹം യോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളോടും പ്രത്യയശാസ്ത്രത്തോടും യോജിച്ചു കൊണ്ടുവരുന്ന എല്ലാ ആളുകളെയും ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ദീർഘമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുമുള്ള പാരമ്പര്യം, ആ അനുഭവജ്ഞാനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് പാർട്ടി അദ്ദേഹവുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനം. തർക്കത്തിലുള്ള 6 പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് സുപ്രീംകോടതി. യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികളുടെ കാര്യത്തിലാണ് നിർദ്ദേശം. 6 പള്ളികളുടെയും താക്കോൽ കൈമാറാൻ സഭയ്ക്ക് നിർദ്ദേശം. സെമിത്തേരി ഉൾപ്പെടെയുള്ള പൊതു സംവിധാനങ്ങളിൽ എല്ലാ വിശ്വാസികൾക്കും അവകാശം. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തർക്കത്തിലുള്ള 6 പള്ളികളുടെ ഭരണം അത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുവാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എറണാകുളം, പാലക്കാട് ജില്ലകളിലുള്ള 6 പള്ളികളുടെ ഭരണമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഈ പള്ളികളിലെ പൊതുകാര്യങ്ങൾ, അതായത് സെമിത്തേരി, സ്കൂളുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പൊതു സംവിധാനങ്ങൾ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെയും വിലക്കരുതെന്ന് സുപ്രീം കോടതി ഓർത്തഡോക്സ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6 പള്ളികളുടെ ഭരണം കൈമാറിയെന്ന സത്യവാങ്മൂലം 2 ആഴ്ചക്കുള്ളിൽ യാക്കോബായ സഭ സുപ്രീം കോടതിക്ക് കൈമാറുവാൻ വേണ്ടിയുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മലങ്കര സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിക്കാനാണ് സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ന് സുപ്രധാനമായ വിധി പ്രസ്താവിച്ച ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിലുള്ള പള്ളികളുടെ ഭരണം ഏറ്റെടുക്കാൻ പോലീസിനെ അയക്കുന്നതിനെ സുപ്രീം കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. പള്ളികൾ മതസ്ഥാപനങ്ങളാണ്, അവിടേക്ക് പോലീസിനെ അയക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ ആവശ്യപ്പെടരുതെന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകരും സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സർക്കാർ ഭരണം ഏറ്റെടുത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഈ പള്ളികൾ ഏറ്റെടുത്ത് നൽകുവാൻ വേണ്ടി. ഇതിനെതിരെ സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. മാത്രമല്ല, ഈ പള്ളികളുടെ കണക്കുകൾ അത് സർക്കാരിനെ ഏൽപ്പിക്കാൻ തയ്യാറാകണമെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2 ജില്ലകളിലായി കിടക്കുന്ന 6 പള്ളികൾ, നിലവിൽ ആ പള്ളികളുടെ ഭരണം ഇപ്പോൾ യാക്കോബായ സഭയ്ക്കാണ്. ആ പള്ളികളുടെ ഭരണമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധി നൽകിയിരുന്നു. ഹൈക്കോടതി ഈ 6 പള്ളികളും ഏറ്റെടുത്ത് നൽകുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. മാത്രമല്ല, യാക്കോബായ സഭയും തങ്ങളുടെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. യാക്കോബായ സഭയുടെ വാദങ്ങൾ കൂടി കേട്ട ശേഷമാണ് വളരെ സുപ്രധാനമായ വിധി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികളുടെ പ്രതിഷേധം. പള്ളികളിലെ അഡ്മിനിസ്ട്രേറ്റർ നിയമനത്തിനെതിരെയാണ് പ്രതിഷേധം. പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിലെ ഗേറ്റുകൾ അകത്തുനിന്നും പൂട്ടി. സഭാ നേതൃത്വം നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററെ പള്ളിയിൽ അകത്ത് കയറ്റില്ലെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർക്കും പ്രശാന്തിനും നോട്ടീസ് അയക്കാൻ ഉത്തരവ്. കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന കുടുംബത്തിന്റെ ഹർജിയിലാണ് ഉത്തരവ്. കേസ് ഡിസംബർ 10 വീണ്ടും പരിഗണിക്കും. കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഒടുവിൽ കണ്ണൂർ ജില്ലാ കളക്ടർക്കും TV പ്രശാന്തിനും നോട്ടീസ് അയക്കാൻ ഉത്തരവായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി കഴിഞ്ഞ ദിവസം തന്നെ വാദം കേട്ടിരുന്നു. അതിലാണിപ്പോൾ
ഇത്തരമൊരു ഉത്തരവുണ്ടായിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ പെട്രോൾ പമ്പിന് വേണ്ടി അപേക്ഷ നൽകിയ പ്രശാന്തിന് നോട്ടീസ് അയക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കേസ് ഡിസംബർ 10 വീണ്ടും പരിഗണിക്കാനാണ് തീരുമാനം. ഏതായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നൽകിയ ഹർജിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യ, കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ TV പ്രശാന്ത് എന്നിവരുടെ ഫോൺ കോൾ, ടവർ ലൊക്കേഷൻ വിവരങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം കോടതിയിൽ ഹർജി നൽകിയത്. കൂടാതെ ഈ മരണപ്പെടുന്നതിന് തലേ ദിവസം രാത്രി നവീൻ ബാബു പോയി എന്ന് പറയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കണമെന്നും ഈ ഒരു ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ കൃത്യമായ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഈ കളക്ടർക്കും അതുപോലെ തന്നെ TV പ്രശാന്തനും നോട്ടീസ് അയക്കാൻ വേണ്ടി കണ്ണൂർ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. രോഹിണി. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർക്കും TV പ്രശാന്തിനും നോട്ടീസ് അയക്കാൻ ഉത്തരവ്. കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന കുടുംബത്തിന്റെ ഹർജിയിലാണ് ഉത്തരവ്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി അതിക്രമം തുടർന്ന് ബംഗ്ലാദേശ്. അറസ്റ്റിലായ ചിന്മയ കൃഷ്ണപ്രഭുവിന്റെ അഭിഭാഷകനെ ആക്രമിച്ച ഇസ്ലാമിസ്റ്റുകൾ. ഗുരുതരമായി പരിക്കേറ്റ രമൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രമൻ റോയിയുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കാൻ ഇസ്കോൺ ആഹ്വാനം ചെയ്തു. ബംഗ്ലാദേശിൽ ഇസ്കോണിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മുതിർന്ന അഭിഭാഷകൻ രമൻ റോയിയാണ്. ഭരണഘടന തടവിലാക്കിയ സന്യാസി കൃഷ്ണദാസ് പ്രഭുവിന്റെ അഭിഭാഷകൻ കൂടിയായ രമനെ വീട്ടിൽ കയറിയാണ് ജിഹാദികൾ ക്രൂരമായി ആക്രമിച്ചത്. തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ രമൻ ചിറ്റഗോങ്ങിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. രമൻ റോയിയുടെ മടങ്ങിവരവിനായി പ്രാർത്ഥിക്കാൻ ഇസ്കോൺ കൊൽക്കത്ത ഉപാധ്യക്ഷനും വക്താവുമായ രധർമൻ ദാസ് ആഹ്വാനം ചെയ്തു. അതേസമയം ഭാരതത്തിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിച്ച 63 ഇസ്കോൺ ബ്രഹ്മചാരികളെ ബംഗ്ലാദേശ് തടഞ്ഞതും മറ്റൊരു വിവാദമായി. ഇന്ത്യൻ വിസ ഉൾപ്പെടെ എല്ലാ രേഖകളും ഉണ്ടായിട്ടും യാത്ര തടസ്സപ്പെടുത്തുകയായിരുന്നു. ബംഗ്ലാദേശ് ഇന്റലിജൻസ് വിഭാഗവും ബോർഡർ പോലീസുമാണ് ബ്രഹ്മചാരികളെ തടഞ്ഞത്. ജനം, ഡൽഹി. ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി വഴി അനധികൃത കുടിയേറ്റമുണ്ടാകാൻ ഇടയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കി. അതിർത്തി രക്ഷാസേനയുടെ 2 ബറ്റാലിയനെ കൂടി അധികമായി ബംഗ്ലാദേശ് അതിർത്തിയിൽ വിന്യസിച്ചു. അതേസമയം ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമങ്ങളുടെ മറവിൽ അതിർത്തി വഴി ലഹരിക്കടത്ത് വർദ്ധിച്ചതായി BSF വൃത്തങ്ങൾ വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ ഹൈന്ദവ സമൂഹമടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അതിർത്തി വഴി അനധികൃത കുടിയേറ്റങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ബംഗ്ലാദേശിലെ അരക്ഷിതാവസ്ഥയുടെ മറവിൽ ബംഗ്ലാദേശികൾ വ്യാപകമായി ഭാരതത്തിലേക്ക് കടന്നേക്കാമെന്നാണ് സൂചന. ഇത് പരിഗണിച്ച് പഴുതടച്ച സുരക്ഷയാണ് ബംഗ്ലാദേശ് അതിർത്തികളിൽ ഒരുക്കിയിരിക്കുന്നത്. അസം, പശ്ചിമബംഗാൾ, മിസോറാം, മേഘാലയ, ത്രിപുര എന്നീ 5 സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത്. ഇവിടങ്ങളിലേക്ക് 2000-ലധികം BSF ജവാന്മാരെ അധികമായി നിയോഗിച്ചു. കൂടാതെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ പോലീസിന് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ കൂടുതൽ പട്രോളിംഗ് സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം അതിർത്തി വഴി ബംഗ്ലാദേശിലേക്കും തിരിച്ചു ഭാരതത്തിലേക്കും ലഹരികടത്ത് വർദ്ധിച്ചതായാണ് അതിർത്തി രക്ഷാസേനാ വൃത്തങ്ങൾ നൽകിയ സൂചന. അതിർത്തിയിലെ പരിശോധനയിൽ അല്പം അയവ് വരുത്തിയതോടെയാണ് ലഹരികടത്ത് കൂടിയത്. ഇതോടെ ശ്വാനസേനയടക്കം രംഗത്തിറക്കി അതിർത്തിയിൽ പരിശോധന കർശനമാക്കി. ജനം, ഡൽഹി. ബ്രിട്ടീഷ് പാർലമെന്റിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തെ അപലപിച്ച് ബ്രിട്ടീഷ് എംപിമാരായ ബാരി ഗാർഡിനറും പ്രീതി പട്ടേലും പാർലമെന്റിലാണ് വിഷയം ഉന്നയിച്ചത്. അതേസമയം മുഹമ്മദ് യൂനുസ് സർക്കാരുമായി ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ അണ്ടർ സെക്രട്ടറി കാതറിൻ വെസ്റ്റ് വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ ശക്തമായ പ്രതിഷേധമാണ് വിളിച്ചുവരുത്തുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് പ്രസ്താവന നടത്തണമെന്ന് എംപിമാരായ ബാരി ഗാർഡിനറും പ്രീതി പട്ടേലും ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ നടന്ന ഹൈന്ദവ വിരുദ്ധ ആക്രമണങ്ങളെ അക്കമിട്ട് നിരത്തിയാണ് ബാരി ഗാർഡിനർ പാർലമെന്റിൽ വിഷയം അവതരിപ്പിച്ചത്. Hindus make up less than 10% of the Bangladesh population, and my honourable friend will be aware that anti-Hindu violence has been a recurrent event in the country, and indeed the Jamaat-e-Islami party was earlier this year banned after riots in which 200 people were killed. But whilst Bangladesh no longer has the secular constitution of 1971 and became an Islamic state in 1988, there are nonetheless supposed to be protections for minority religions under Articles 28, 39 and others of the Constitution.
These appear not to be being enforced, and there are reports of police and armies standing by as more than 20 places of minority Hindu and Sufi worship were vandalized and their worshippers attacked. On Friday, this came to a head when extremist groups from the Jamaat-e-Islami party attacked 2 Hindu temples in Chittagong and conducted a campaign of orchestrated violence against the Hindu population. A leading Hindu monk, Chinmoy Krishna Das, who is a former leader of the ISKCON Krishna consciousness movement, has been arrested. മുഹമ്മദ് യൂനൂസ് സർക്കാരുമായി ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ അണ്ടർ സെക്രട്ടറി കാതറിൻ വെസ്റ്റ് പാർലമെന്റിൽ വ്യക്തമാക്കി. മതസ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ബ്രിട്ടൻ ഏറെ മുൻതൂക്കം നൽകുന്നുവെന്നും അവർ പാർലമെന്റിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ച് ബംഗ്ലാദേശ് മത ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി. തിരുവനന്തപുരത്ത് ഇന്ന് വൈകിട്ട് പ്രസ് ക്ലബ്ബ് പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന പ്രകടനം രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിക്കും. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ മലപ്പുറത്തും പ്രതിഷേധം. ബംഗ്ലാദേശ് മത ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയിൽ ഇരട്ടത്താപ്പാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും കോൺഗ്രസിനുമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. BJP നിയമസഭാ കക്ഷിയോഗം നാളെ മുംബൈയിൽ നടക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപനവും യോഗത്തിൽ തീരുമാനിക്കും. വ്യാഴാഴ്ച മുംബൈ ആസാദ് മൈതാനിയിലാണ് മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. നാളെ വൈകിട്ട് BJP MLA-മാർ യോഗം ചേർന്ന് കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും. BJP ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ച കേന്ദ്ര നിരീക്ഷകരായ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവരുടെ നേതൃത്വത്തിലാകും യോഗം. ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പേരിനാണ് മുൻതൂക്കം. കടന്നുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യത്തെ നയിച്ച് വിജയത്തിൽ എത്തിച്ചത് ഫഡ്നാവിസാണ്. സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ, മുൻ പൂനെ മേയറും നിലവിൽ കേന്ദ്ര സഹമന്ത്രിയുമായ മുരളീധർ മഹോൽ എന്നീ പേരുകളും പരിഗണനയിലുണ്ട്. ഇന്നലെ വൈകുന്നേരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹായുതി നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ചു. വരുന്ന സർക്കാരിലും 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. NCPയിൽ നിന്ന് അജിത് പവാർ തുടരും. ശിവസേനയിൽ നിന്ന് ഏക്നാഥ് ഷിൻഡെയോ മകൻ ശ്രീകാന്ത് ഷിൻഡെയോ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും. ജനം, ഡൽഹി. അധികാരമേൽക്കും മുൻപ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ കർശന നടപടിയെന്ന് ഹമസിന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ബന്ദികളിൽ ഒരാളായ ഒമർ ന്യൂട്ര ഇന്നലെ കൊല്ലപ്പെട്ടതായി ഇസ്രായേലി പ്രതിരോധ സേന അറിയിച്ചിരുന്നു. ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനത്തിനായി ട്രംപ് ഇടപെടണമെന്ന ആവശ്യം ഇസ്രായേലിൽ ഉയർന്നിരുന്നു. ഒക്ടോബർ 7-ന് ബന്ദിയാക്കിയ ഒമർ ന്യൂട്ര എന്ന ഇസ്രായേൽ പൗരൻ ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു. 100ഓളം ബന്ദികൾ ഇപ്പോഴും തടവിൽ കഴിയുകയാണ്. 400-ലേറെ ദിവസം കഴിഞ്ഞിട്ടും ബന്ദികളുടെ മോചനം പൂർണ്ണമായും സാധ്യമായിട്ടില്ല. ഇന്നലെ തടവിൽ കഴിയുന്ന ഈഡൻ അലക്സാണ്ടറുടെ വീഡിയോ ഹമസ് പുറത്തുവിട്ടിരുന്നു. തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെടണമെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ആദി അലക്സാണ്ടർ പൊതുവേദിയിൽ ആവശ്യപ്പെട്ടു. ബന്ദികളിൽ ഒരാൾ കൂടി മരിച്ചതോടെ ട്രംപ് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. പ്രസിഡന്റായി അധികാരത്തിലെത്തുന്നതിന് മുൻപ് ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന് ട്രംപ് ഹമസിന് മുന്നറിയിപ്പ് നൽകി. ജനുവരി 20-നാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത്. അതിനു മുൻപ് ബന്ദികളുടെ മോചനം സാധ്യമായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കൃത്യമായി ട്രംപ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഭരണത്തിലെത്തുന്ന ആദ്യ ദിവസം ട്രംപ് ഇടപെടാൻ സാധ്യതയുള്ള അന്താരാഷ്ട്ര വിഷയം ബന്ദികളുടെ മോചനം തന്നെയായിരിക്കുമെന്ന് സൂചനയും ഇതോടെ പുറത്തുവന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വീണ്ടും ഒരു ഒക്ടോബർ 7 സംഭവിക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രായേലി ധനകാര്യമന്ത്രി നീർ ബർക്കത്ത്. ചുറ്റുമുള്ള ജിഹാദി ശക്തികൾ ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിച്ചാൽ അത് സാധ്യമാകില്ല. അത്തരം നീക്കങ്ങൾ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ സഹവർത്തിത്വം സാധ്യമാകും എന്നും അദ്ദേഹം പറഞ്ഞു. Head for peace. We'll expand the Abraham Accord. We will find a way to collaborate with them. But if they continue with the goal of trying to target Israel and throw us off the sea, it's not going to work, and they're going to be in deep trouble, because we understand we will not allow another October 7 to happen. ഭാരതവുമായി $117 കോടി പ്രതിരോധ കരാർ ഒപ്പുവെച്ച് അമേരിക്ക.
MH-60R ഹെലികോപ്റ്റർ ഘടകങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കരാറാണ് യാഥാർത്ഥ്യമാകുന്നത്. ഭാരതത്തിന്റെ പ്രതിരോധ രംഗത്തിന് മുതൽക്കൂട്ടാകുന്ന കരാറാണ് ഇത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, തീർച്ചയായും നിലവിലിപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് MH-60R എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത എന്നുള്ളത് കടൽ നിരീക്ഷണം സാധ്യമാകുന്നതിന്, അതായത് സബ്മറൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ആക്രമിക്കാനുള്ള സാധ്യതകളെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ള ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്ററിൻ്റെ അത്യാധുനിക ഘടകഭാഗങ്ങളായ മൾട്ടി ഫംഗ്ഷൻ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ജോയിൻറ്റ് പ്രാക്ടിക്കൽ റേഡിയോ സിസ്റ്റം, അത്തരത്തിലുള്ള നിരവധി നിരീക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ഹെലികോപ്റ്റർ. ആ നിരീക്ഷണ സംവിധാനങ്ങളും അതിൻ്റെ ഡാറ്റാബേസുകളും കൈമാറ്റം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൈമാറാനുള്ള ഒരു ധാരണയും, അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിൻ്റെ പ്രധാന ഘടകമായ എഞ്ചിൻ നിർമ്മിക്കുന്നതിനുള്ള ലോക്ഹീഡ് മാർട്ടിനുമായുള്ള ഒരു കരാറിൻ്റെ ഭാഗവുമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. $1.17 ബില്യൺ ഈ വലിയ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരതത്തിൻ്റെ യുദ്ധരംഗത്തുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും അനുബന്ധ യുദ്ധ സംവിധാനങ്ങളും ഒരുക്കുന്നതിനുള്ള നീക്കങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കടൽ കടന്നുള്ള ആക്രമണങ്ങൾ വലിയൊരു ഭീഷണിയായി ഉയരുന്നുണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഭാഗമായി നിരവധി സബ്മറൈനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ നീക്കങ്ങൾ ഭാരതം മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതത്തിനെതിരെ ഉണ്ടാകുന്ന, കടൽ വഴി ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നായാലും അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഈ രീതിയിലൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കാര്യക്ഷമമായി പ്രതീക്ഷിക്കുന്ന സർവീലൻസ് എല്ലാം തന്നെ കൃത്യമായി സാധ്യമാകുന്ന ഒരു സംവിധാനമാണ് ഈ ഹെലികോപ്റ്ററുകളിലെല്ലാം തന്നെ ഘടിപ്പിക്കുന്നത്. ഈ ഹെലികോപ്റ്ററുകൾ ലഭ്യമാക്കുന്നതിനുള്ളൊരു ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഭാരതത്തിൻ്റെ ഇന്ത്യ അമേരിക്ക ഡിഫൻസ് കരാറുകളുടെ ഭാഗമായി നടന്നിട്ടുള്ള ഇന്നത്തെ പ്രഖ്യാപനവും ഒപ്പുവെക്കലും എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയ വസ്തുത. ശരി, ഐസൺ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ജമ്മുകശ്മീരിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചു. ശ്രീനഗറിലെ ദച്ചിഗാം വനത്തിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് പാക് ഭീകരൻ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസും CRPFും സൈന്യവുമായി ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ സംയുക്ത സേനാ വിഭാഗത്തിന് നേരെ ഭീകരവാദികൾ വെടിയുതിർത്തതോടെയാണ് പ്രത്യാക്രമണമുണ്ടായത്. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നതായി സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ശരണമെൻ്റയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA. Co-powered by ഇനിയെന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ് ഇൻ അസോസിയേഷൻ വിത്ത് GDS സുബാസന അഗർബത്തീസ്. ഇനി ആനന്ദം നിറയട്ടെ ഓരോ ആരംഭത്തിലും. മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിലെ ഡോളി തൊഴിലാളികളുടെ സമരത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സമരം പിൻവലിച്ചുവെന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. ഡോളി സർവീസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളില്ലെന്ന് ചീഫ് പോലീസ് കോർഡിനേറ്ററും വ്യക്തമാക്കി. ശബരിമലയിൽ ഇന്നലെ 86,688 പേർ ദർശനം നടത്തിയതായും തിരക്ക് നിയന്ത്രണ വിധേയമെന്നും പോലീസ് അറിയിച്ചു. പമ്പയിലും എരുമേലിയിലും പുഴയിൽ ഇറങ്ങി കുളിക്കുന്നതിനുള്ള വിലക്ക് നീക്കിയതായും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. അതേസമയം പരമ്പരാഗത കാനനപാതയിലെ നിയന്ത്രണങ്ങൾ തുടരും. ശബരിമലയിൽ ഡോളി തൊഴിലാളികൾ നടത്തിയ മിന്നൽ സമരം പിൻവലിച്ചു. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കേൾക്കുമെന്ന ADMന്റെ ഉറപ്പിന് പിന്നാലെയാണ് സമരത്തിൽ നിന്നും പിന്മാറ്റം. പ്രീപെയ്ഡ് ഡോളി സർവീസ് ആരംഭിക്കാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെയായിരുന്നു തൊഴിലാളികളുടെ സമരം. ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പൂർണ്ണമായും നടപ്പാക്കുന്നതിന് ഗുരുതര വീഴ്ച. 2006 തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനാണ് അധികൃതരുടെ അനാസ്ഥയിൽ അനന്തമായി നീളുന്നത്. പദ്ധതി നടപ്പാക്കാൻ ഒരു പൊതുമേഖലാ
ഒരു പൊതുമേഖലാ സ്ഥാപനം സമീപിച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ്. സർക്കാരിൽ നിന്നും സഹായം ലഭിച്ചാൽ അടുത്ത വർഷം മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. കാനനക്ഷേത്രമായ ശബരിമലയുടെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. തീർത്ഥാടകരുടെ സുരക്ഷയും സുഖദർശനവും ലക്ഷ്യമിട്ട പദ്ധതിക്ക് 2006 രൂപം നൽകിയത്. പക്ഷേ 18 വർഷങ്ങൾക്കിപ്പുറവും കാര്യമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇതുവരെ 335 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി 142.5 കോടി രൂപ ചിലവഴിച്ചുവെന്നാണ് കണക്ക്. നിലയ്ക്കൽ ബേസ് ക്യാമ്പാക്കിയുള്ള വികസന പ്രവർത്തനം, പമ്പയിൽ കൂടുതൽ സൗകര്യങ്ങൾ, പ്രസാദ മണ്ഡപം, തന്ത്രി മേൽശാന്തി മഠങ്ങൾ, തിരുമുറ്റ വികസനം, അങ്ങനെ 2050 വരെയുള്ള വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയതെങ്കിലും അവയെല്ലാം ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വീണ്ടും പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡ്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിലയ്ക്കലാണ്. നിലയ്ക്കലിനൊരു ബേസ് ക്യാമ്പാക്കി മാറ്റുക എന്നുള്ളതാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്, മാസ്റ്റർ പ്ലാൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഒരു പൊതുമേഖലാ സ്ഥാപനം ഞങ്ങളോട് സമീപിച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിന് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതിന് സർക്കാരുമായി കൂടി ആലോചിക്കേണ്ടതുണ്ട്. ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായും സർക്കാരുമായും കൂടി ഒന്ന് ആലോചിച്ച് പിന്നെ മാസ്റ്റർ പ്ലാനിൽ പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് ഒരു വിഭാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാസ്റ്റർ പ്ലാനുമായി ചർച്ച ചെയ്ത് കോടതിയുടെ ഒരു പെർമിഷൻ കൂടി വാങ്ങി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പ്രതിസന്ധികളെല്ലാം തീർന്നാൽ അടുത്ത വർഷം പദ്ധതി ആരംഭിക്കാമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. നമ്മുടെ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ, ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഏതാണ്ടൊരു 4 വർഷം കൊണ്ട് മാസ്റ്റർ പ്ലാനിൽ പറയുന്ന രൂപത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അണുകിട പോലും മാറാതെ മാസ്റ്റർ പ്ലാൻ പറയുന്ന രൂപത്തിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാസ്റ്റർ പ്ലാനിൽ പറയുന്ന രൂപത്തിൽ 4 വർഷം കൊണ്ട് അവർ പണി പൂർത്തീകരിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാരിൽ നിന്നൊരു ചെറിയ പെർമിഷൻ വേണം. അത് കൂടി നിഷ്ഠമായി ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞു. സർക്കാരും കൂടി ആലോചിച്ച് മാസ്റ്റർ പ്ലാൻ വഴി കോടതിയിൽ പോയി അതിൻ്റെ പെർമിഷൻ വാങ്ങിയെടുക്കാം. അത് സർക്കാരും കൂടി അനുവദിക്കുകയാണെങ്കിൽ സത്യത്തിൽ നമുക്ക് വരുന്ന വർഷം തന്നെ അതിൻ്റെ പണി ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 4 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും. എന്തായാലും ഇനിയെങ്കിലും അനാസ്ഥ വെടിഞ്ഞ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ജനം സന്നിധാനം. ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി വാദം കേൾക്കുന്നു. ഉത്സവം പൂർവാചാര പ്രകാരം തുടരണമെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതായി ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. തന്ത്രിക്ക് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഭക്തജന തിരക്ക് പരിഗണിക്കലല്ല തന്ത്രിയുടെ ചുമതലയെന്നും ഹർജിക്കാർ വാദിച്ചു. ഹർജി നാളെ വീണ്ടും പരിഗണിക്കാനായി മാറ്റി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഗുരുവായൂർ ഉദയാസ്തമന പൂജയുമായി ബന്ധപ്പെട്ട പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഹർജിക്കാർ ഉന്നയിച്ചത്? ഗുരുവായൂരിൽ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായിരിക്കുകയാണ്. നാളെ വീണ്ടും വാദം കേൾക്കാനായിട്ട് ഹൈക്കോടതി പ്രസ്തുത ഹർജി മാറ്റിയിട്ടുമുണ്ട്. ഈ അഷ്ടമംഗല ദേവപ്രശ്നം അതിന്റെ നടത്തിപ്പുകൾ സംബന്ധിച്ചുള്ള ചില വാദഗതികൾ ഇന്ന് ഹർജിക്കാർ ഹൈക്കോടതിയുടെ മുൻപിൽ വിശദീകരിച്ചിരുന്നു. 2015 അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഉത്സവം പൂർവാചാര പ്രകാരം തുടരണമെന്നുള്ള ഒരു കണ്ടെത്തലായിരുന്നു ആ ദേവപ്രശ്നത്തിൽ വ്യക്തമായത്. ഒപ്പം തന്നെ 2018 വീണ്ടും ദേവപ്രശ്നം നടത്തി. അതിലും ആചരണാധികൾ യഥാവിധി തുടരണമെന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടാകുകയും ചെയ്തു. തന്ത്രിക്ക് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള ഒരു നിലപാടാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഭക്തജന തിരക്ക് പരിഗണിക്കലല്ല ആ തന്ത്രിയുടെ ചുമതലയെന്നും ഹർജിക്കാർ ഹൈക്കോടതിയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു വഴിപാടാണ് ഉദയാസ്തമന പൂജ എന്നുള്ളൊരു നിലപാടാണ് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. അങ്ങനെയെങ്കിൽ ഇതൊരു ഉദയാസ്തമന പൂജ വഴിപാടാണെങ്കിൽ തന്ത്രിയുടെ അനുവാദം വാങ്ങേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് കൂടി ഇന്ന് ഹൈക്കോടതിയിൽ ഹർജിക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തന്ത്രി ഈ നൽകിയ സത്യവാങ്മൂലത്തിലടക്കം ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആദിശങ്കരൻ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചു എന്നത് ഒരു ഐതിഹ്യം മാത്രമാണെന്നാണ്
എന്നായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയുടെ നിലപാട്. ഇക്കാര്യത്തിലും ഹർജിക്കാർ അതിനെ ഖണ്ഡിക്കുന്ന ചില വാദഗതികൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ മുന്നോട്ട് വെച്ചു. ആദിശങ്കരൻ ഗുരുവായൂർ എത്തി എന്നത് അവിശ്വസിച്ച തന്ത്രിയുടെ രീതി അത് ഞെട്ടിപ്പിക്കുന്നതെന്നാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ ഉത്സവത്തിലെ പൂജാരീതികൾ, അതായത് വർഷം തോറും ഉത്സവം നടക്കുന്ന സമയത്തുള്ള പൂജാരീതികൾ യഥാവിധി നടക്കാത്ത പക്ഷം അത് ദേവചൈതന്യത്തിന് കുറവുണ്ടാക്കുമെന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കണമെന്ന് ഹൈക്കോടതിയിൽ ഹർജിക്കാർ വാദം മുന്നോട്ട് വെച്ചു. എന്തായാലും നിലവിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, തൃശ്ശൂരിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില പുസ്തകത്തിലെ പരാമർശങ്ങളടക്കം ഹൈക്കോടതിയിൽ ഇന്ന് ഹർജിക്കാരായിട്ടുള്ള തന്ത്രി കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ ചില പേജുകൾ, പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് അറിയിക്കാനായിട്ട് അത് എതിർകക്ഷികൾക്ക് കൂടി കൊടുക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളത്തേക്ക് ഈ ഹർജി വിശദമായിട്ടുള്ള വാദത്തിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളത്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറ പൂർണ്ണ ത്രയീശ ക്ഷേത്ര ഭരണസമിതിക്കെതിരെ കേസ്. ഹൈക്കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കാണിച്ച് വനം വകുപ്പാണ് കേസെടുത്തത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി, വൃശ്ചികോത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർക്കെതിരെയാണ് കേസ്. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലവും ആനകളും മനുഷ്യരും തമ്മിൽ 8 മീറ്റർ അകലവും പാലിച്ചിരുന്നില്ലെന്ന് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം പറഞ്ഞു. മഴ പെയ്തതോടെയാണ് ആനകളെ ആനപ്പന്തലിൽ കയറ്റി നിർത്തിയത് എന്നാണ് ഉത്സവ കമ്മിറ്റിയുടെ നിലപാട്. ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ആരംഭിച്ചു. ജനുവരിയിലോ ഫെബ്രുവരിയിലോ കമ്മീഷൻ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. കേരളം പതിറ്റാണ്ടുകളായി കണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. ഇനിയുള്ളത് ഔദ്യോഗിക കമ്മീഷനിംഗ് എന്ന ചടങ്ങ് മാത്രം. ജൂലൈയിൽ ആരംഭിച്ച ട്രയൽ റണ്ണിന്റെ ഓരോ ദിവസവും നാഴികക്കല്ലായി. ആദ്യ കപ്പൽ സാൻ ഫെർണാണ്ടോ മുതൽ 70ഓളം വലുതും ചെറുതുമായ കപ്പലുകൾ എത്തി. ദക്ഷിണേഷ്യയിൽ വന്ന ഏറ്റവും വലിയ കപ്പലായി MSCയുടെ ക്ലൗഡ് ഗ്രാഡറ്റ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. വെറും 4 മാസം കൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ 300 മടങ്ങ് കൂടുതലായി 1,00,000 TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനായി. 2019 പൂർത്തിയാക്കേണ്ടിയിരുന്ന തുറമുഖം 2024 കമ്മീഷൻ ചെയ്യുന്നത് നിയമപരമാക്കാൻ സപ്ലിമെന്ററി കൺസഷൻ കരാറും ഒപ്പിട്ടു. ഇതോടെ തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണം 2028 അദാനി പോർട്സ് പൂർത്തിയാക്കണം. 2034 മുതൽ തുറമുഖത്ത് നിന്ന് കേരളത്തിന് വരുമാനം ലഭ്യമായി തുടങ്ങും. പ്രതിപക്ഷം 45 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ സവിശേഷത. കമ്മീഷനിംഗ് 2 മാസം കൂടി വൈകുമെങ്കിലും കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ആരംഭിച്ച് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കാനാണ് തീരുമാനം. ജനം, തിരുവനന്തപുരം. തമിഴ്നാട് വനം മന്ത്രി പൊന്മുടിക്കെതിരെ ചെളിയേറ്. മഴക്കെടുതി വിലയിരുത്താൻ വില്ലുപുരത്ത് മന്ത്രി എത്തിയപ്പോഴായിരുന്നു സംഭവം. മന്ത്രിയുടെ സന്ദർശനം പ്രഹസനമെന്നാരോപിച്ചായിരുന്നു വില്ലുപുരത്തെത്തിയ മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായത്. ജനം TV തമിഴ്നാട് ഡിജിറ്റൽ ഹെഡ് ആനന്ദ് ടി പ്രസാദ് ചേരുന്നു. ആനന്ദ്, തമിഴ്നാട് വനം മന്ത്രി പൊന്മുടിക്കെതിരെയാണ് ചെളിയേറ് ഉണ്ടായിരിക്കുന്നത്. മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രി എത്തിയപ്പോൾ മന്ത്രിയുടെ സന്ദർശനം വെറും പ്രഹസനമെന്നാരോപിച്ചായിരുന്നു ജനങ്ങൾ ഇത്തരത്തിൽ ചെളി എറിഞ്ഞുകൊണ്ട് മന്ത്രിയെ സ്വീകരിച്ചത്. രോഹിണി, ആക്ച്വലി നമുക്കറിയാം, കഴിഞ്ഞ നവംബർ 31, ഡിസംബർ 1 ആകിയ ഡേയ്സിൽ ഇവിടെ ഫെഞ്ചൽ സൈക്ലോണിന്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ആദ്യ ഘട്ടമായിട്ട് അതിന്റെ നമ്മുടെ തമിഴ്നാടിന്റെ കടലോര ജില്ലകളായ സ്ഥലത്തായിരുന്നു മഴ ഉണ്ടായിരുന്നത്. പക്ഷെ ഡിസംബർ 2 എന്ത് പറ്റി പറഞ്ഞ തിരുവണ്ണാമലൈ
കൃഷ്ണഗിരി, വിഴുപ്പുറം പോലത്തെ ഒരു നോർത്ത് തമിഴ്നാട്ടിൽ ലാൻഡിലോട്ടുള്ള കുറെ ജില്ലകളിൽ കണ്ടിന്യൂ ആയിട്ട് 18-20 hours മഴ പെയ്തിരുന്നു. അപ്പൊ അങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോ അവിടെയുള്ള സാത്തന്നൂർ ഡാം അത് വെള്ളം കുറെ മഴ പെയ്ത് കുറെ വെള്ളം വന്നിട്ട് അധികമായപ്പോ അത് പ്രോപ്പറായിട്ട് ഒരു കോഷൻ ഇല്ലാതെ ഇന്നലെ രാത്രി അത് തുറന്നു വിടേണ്ടി വന്നു. അപ്പോൾ അതിന്റെ തൊട്ട് അടുത്തുള്ള ഗ്രാമങ്ങൾ തെൻപെണ്ണൈ പുഴ എന്ന് പറയുന്ന പുഴയുടെ ഓരത്തുള്ള ഗ്രാമങ്ങളിൽ മൊത്തം വെള്ളം കയറി. ഏകദേശം 40-45 ഗ്രാമങ്ങളിൽ വെള്ളം കയറിയിട്ട് 500 വീടുകളാണ് ഇതിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസമായിട്ട് ആ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ആവശ്യമില്ല ഒരു കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാരണത്തിന് വേണ്ടിയാണ് അവർ ഇന്ന് രാവിലെ തൊട്ട് അവിടെ തിരുച്ചി വിഴുപ്പുറം ഹൈവേയില് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പോലീസും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ പോയി അവരെ സമാധാനപ്പെടുത്താൻ നോക്കി. പക്ഷെ അവര് പറ്റില്ല, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവരെ വഴിയില്ലാതെയാണ് മിനിസ്റ്റർ അവിടെ പോകേണ്ടി വന്നത്. അപ്പൊ മിനിസ്റ്റർ അവിടെ പോയപ്പോ ആദ്യം മിനിസ്റ്റർ കാറിന്ന് കൂടി ഇറങ്ങാതെയാണ് ജനങ്ങളോട് സംസാരിച്ചത്. അത് ജനങ്ങളെ ഒരു ആംഗ്രി മോഡിലേക്ക് അതിനെ പുഷ് ചെയ്തു. പിന്നെ ആ കാരണം കൊണ്ടാണ് നിങ്ങൾ കാറിന്ന് പോലെ ഇറങ്ങില്ല, ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് ഒന്ന് കാറിന്ന് ഇറങ്ങി ചോദിക്കില്ല എന്നുള്ള ഒരു ദേഷ്യമാണ് അവരെ ആ ചെയറെടുത്ത് പുള്ളിയുടെ മുകളിലേക്ക് വീശാറില്ല അവർ പ്രവർത്തനത്തിന് തള്ളിയത്. അതായത് ശ്രീ ആനന്ദ്, ശക്തമായ പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം മന്ത്രി എത്തിയപ്പോൾ തന്നെ ഇതൊരു രാഷ്ട്രീയ നാടകമാണ് എന്നുള്ളത് പ്രതിഷേധക്കാർക്ക് മനസ്സിലായി. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്, കാരണം ഈ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണല്ലോ ഇത്തരം ഒരു ദുരിതത്തിലേക്ക് അവരെ നയിച്ചതും. അതിലുള്ള പ്രതിഷേധ സൂചകമായി തന്നെയാണ് അവർ ചെളി വാരി എറിഞ്ഞുകൊണ്ട് മന്ത്രിയെ ഈ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത്. രോഹിണി, അത് മാത്രമല്ല അവർക്ക് 2 ദിവസമായിട്ട് ഒരു ഹെൽപ്പും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. റൂളിംഗ് ഗവൺമെന്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റൂളിംഗ് പാർട്ടിയുടെ ആൾക്കാരുകൾ വന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം കണ്ടിന്യൂ ആയിട്ട് അവർ വോട്ട് ചെയ്യുന്നത് DMKക്കാണ്. അപ്പോൾ അവിടെ പുള്ളി പൊന്മുടി വിഴുപ്പുറം ആ ജില്ലയുടെ ആളാണ്. അവിടുന്നാണ് ഒരു മിനിസ്റ്റർ, പുള്ളിയുടെ മകൻ DMK MP ആണ്. സോ ഒരേ കുടുംബത്തിൽ നിന്ന് 2 പേർക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടും ഞങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ദേഷ്യവും. പിന്നെ 2 ദിവസം ഒന്നും ചെയ്തില്ല. 2 ദിവസം കഴിഞ്ഞ് അവർക്ക് കൊടുത്ത ഭക്ഷണം പോലും കേടുവന്ന ഭക്ഷണമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവർക്ക് എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ദേഷ്യം വേറെ അവർക്ക് കാണിക്കാൻ വേറെ നിവൃത്തിയില്ലാതെയാണ് ഇപ്പോൾ ഈ സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. ശരി, വളരെ നന്ദി ആനന്ദ്. തമിഴ്നാട് വനം മന്ത്രി പൊന്മുടിക്കെതിരെ ചെളിയേറ് മഴക്കെടുതി വിലയിരുത്താൻ വില്ലുപുരത്ത് മന്ത്രി എത്തിയപ്പോഴായിരുന്നു സംഭവം. മന്ത്രിയുടെ സന്ദർശനം പ്രഹസനമെന്ന് ആരോപിച്ചായിരുന്നു വില്ലുപുരത്തെത്തിയ മന്ത്രിക്ക് നേരെ പ്രതിഷേധം ഉണ്ടായത്. വിവരങ്ങൾ കൈമാറുകയായിരുന്നു ആനന്ദ് ടി പ്രസാദ്. സംസ്ഥാനത്ത് ഫിഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള മഴ ഇന്നുകൂടി ലഭിക്കും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ തുടരുന്ന മഴയിൽ കാസർഗോഡ്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. അതേസമയം മഴ കുറഞ്ഞെങ്കിലും തമിഴ്നാടിന്റെ വിവിധ ജില്ലകളിലും പുതുച്ചേരിയിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ്. വിഴുപ്പുറം, തിരുവണ്ണാമലൈ, കടലൂർ ജില്ലകളിലാണ് മഴ ഏറ്റവും അധികം ബാധിച്ചത്. മഴപ്പെയ്ത്തിൽ 21 ജീവനുകൾ പൊലിഞ്ഞു. 1.5 കോടി ജനങ്ങളെയാണ് ഫിഞ്ചാൽ ബാധിച്ചത്. 2,16,000-ത്തിലധികം ഹെക്ടർ കൃഷി ഭൂമിയാണ് വെള്ളം കയറി നശിച്ചത്. കനത്ത മഴയിൽ തൃശൂരിൽ ബണ്ട് പൊട്ടി കോൾ പാടശേഖരത്ത് വൻ കൃഷിനാശം. കുരിയാട്ടുകരയിൽ 2 ബണ്ട് പൊട്ടിയാണ് 150 ഏക്കറിലധികം കൃഷി നശിച്ചത്. കനത്ത മഴയിൽ മനക്കുടി വാരിയം കോൾപ്പടവിലെ 118 ഏക്കറിലെ കൃഷിയും നശിച്ചു. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ കോൾപ്പാടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൃഷി നശിക്കുമെന്ന ആശങ്കയിലായിരുന്നു കർഷകർ. അതിനിടയിലാണ് പുലർച്ചെ 2 മണിയോടെ കാര്യാട്ടുകര മാരാർക്കോൾ പാടത്ത് ബണ്ട് പൊട്ടുന്നത്. വെള്ളത്തിനൊപ്പം ഒരാൾ പൊക്കത്തിലുള്ള ചണ്ടിയടക്കം മണിനാടൻ പാടശേഖരത്തേക്കും എൽത്തുരുത്ത് പാടശേഖരത്തേക്കും കുത്തിയൊലിച്ച് എത്തി. വെള്ളത്തിന്റെ ശക്തി താങ്ങാനാകാതെ എൽത്തുരുത്ത് പള്ളിപ്പാടത്തെ ബണ്ട് തകർന്നു. ഇതോടെ 150 ഏക്കറിലേറെ കൃഷി നശിച്ചുവെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. 40 ദിവസം പ്രായമായ നെൽച്ചെടികളാണ് നശിച്ചത്. തൃശൂർ മനക്കൊടി പുള്ളു റോഡ് കവിഞ്ഞ് വെള്ളം ഒഴുകിയതിനെ തുടർന്ന് മനക്കൊടി വാരിയം കോൾപ്പടവിലെ 118 ഏക്കർ കൃഷിയും നശിച്ചു. 1/2 കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത്. റോഡ് താഴ്ന്നത് PWD അധികൃതർ ശരിയാക്കാത്തതാണ് പാടശേഖരത്തിലേക്ക് വെള്ളമൊഴുകി കൃഷി നശിക്കാൻ കാരണമെന്ന് കാണിച്ച് കർഷകർ മനക്കൊടി പുള്ളു റോഡ് ഉപരോധിക്കുകയും ചെയ്തു. ജനം, തൃശൂർ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവിതത്തിന് നിറം പകർന്ന് ഡേ ഡ്രീംസ്. കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ഒരു കൂട്ടം കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും പകരുന്നത്
പുതുസ്വപ്നങ്ങളും പ്രതീക്ഷകളും. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക ലക്ഷ്യമിട്ടാണ് IT പ്രൊഫഷണൽ കൂടിയായ ബിജേഷ് കണ്ണാകുളത്തിന്റെ നേതൃത്വത്തിൽ ഡേ ഡ്രീംസ് ആരംഭിക്കുന്നത്. ലാഭേച്ഛ തെല്ലുമില്ലാതെ സൗജന്യമായി നടത്തുന്ന പദ്ധതിയിൽ സമാന മനസ്കരായ നിരവധി പേർ കൂടെ ചേർന്നു. ഒരു കൂട്ടം നന്മ നിറഞ്ഞ മനുഷ്യരുടെ സംരംഭം അങ്ങനെ ഏതാനും കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും കരുത്തു പകർന്നു. ലൈഫ് എങ്ങനെ അവർ റീടേക്കുകളൊന്നും ലൈഫിന് ആ ലൈഫ് അങ്ങനെ അവർ ജീവിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അമ്മമാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അവരുടെ കാലം കഴിഞ്ഞാൽ എങ്ങനെ അവർ ജീവിക്കും എന്നുള്ളതാണ് അവരെ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇത്. അത് എങ്ങനെ മാറ്റാം എന്നുള്ളത്, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാം എന്നുള്ളതാണ് പഠിക്കുന്നത്. പ്രശ്നം വെച്ചാൽ സാധാരണ അമ്മമാർ ഈ കുട്ടികളുടെ ഒരു ഉപഗ്രഹം പോലെ കറങ്ങിക്കൊണ്ട് നടക്കുക. ആ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിച്ചപ്പോഴാണ് എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റുന്നുള്ള ഒരു ലെവലിലേക്ക് അവർ വന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. നല്ല മനസ്സുള്ള കുറച്ച് സുഹൃത്തുക്കൾ, ഡോക്ടേഴ്സ്, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു കൂട്ടായ്മ. കാലം ആവശ്യപ്പെടുന്ന സാങ്കേതിക വിദ്യയിലാണ് ഈ കുട്ടികൾ പ്രാവീണ്യം നേടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ തീവ്ര പരിശീലനം നേടിയ ഇവർ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അൺബിലീവബിൾ ആണ് ശരിക്കും. അവരുടെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയണതും അതുപോലെ അവർക്കൊരു കാര്യം കൃത്യമായി മുഴുവനായി ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയണത് ശരിക്കും നമ്മളത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം പല ദിവസങ്ങളിലും വരുമ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി ആദ്യം ഞാൻ വരുമ്പോൾ ഒരു മാഗ്നറ്റ് ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടുണ്ട്, പവർ ബാങ്ക് ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളും അവർ കൃത്യമായി ഉണ്ടാക്കുകയും ഇവരെ നമ്മൾ ഒരു ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊരു 90% ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം സാധ്യമാകും എന്നാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വഴിതെറ്റി പ്രതിസന്ധിയിലാകുന്നതിന് പരിഹാരമായി രൂപപ്പെടുത്തിയ കവച് എന്ന ബ്രേസ്ലെറ്റ് നിർമ്മിച്ചതും ഈ കുട്ടികൾ തന്നെയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്തോരം ഇമ്പ്രൂവ് ചെയ്യുമെന്നോ. പക്ഷേ മോൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മോൻ ചെയ്യുന്നുണ്ട്. മോൻ റിപ്പീറ്റ് ചെയ്താണ്, പക്ഷെ എന്നാലും മോൻ പഠിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 1 year ആയി ഇവിടെ വന്നിട്ട്. ഒരു ദിവസം 2-3 പവർ ബാങ്ക് ഒക്കെ ഉണ്ടാക്കാൻ ഉള്ള ഇതിലേക്കായി. പിന്നെ ബിഹേവിയറിലും ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. എല്ലാം തന്നെ ചെയ്യാനുള്ള ഒരു വന്നിട്ടുണ്ട്. 30ഓളം കുട്ടികളാണ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഡേ ഡ്രീംസിന്റെ തണലിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നത്. ഒപ്പം ഇവരുടെ മാതാപിതാക്കളും. ജനം, കൊച്ചി. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.